പ്രായം 20 എന്താണ് ജസ്റ്റ് എക്സാം എഴുതാൻ ഫസ്റ്റ് ആയിട്ട് എക്സാം പോയി ആയിരിക്കും. ഫസ്റ്റ് ആയിട്ട് എക്സാം പോകുന്ന എഴുതാൻ കുറിപ്പത്തുണ്ട്, ലാസ്റ്റ് എക്സാം എഴുതാൻ കുറിപ്പത്തുണ്ട്. സോ ലാസ്റ്റ് ചാൻസുമുള്ള ആളിനകത്തുണ്ട്, ഫസ്റ്റ് ടൈമായിട്ട് എഴുതാൻ പോകുന്ന ആളും ഇതിനകത്തുണ്ട്. ശരിയല്ലേ? ഇല്ലേ? ഫസ്റ്റ് ടൈമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾ ഇതിനകത്തുണ്ട്, ലാസ്റ്റ് ചാൻസ് ആയിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരും ഉണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ആദ്യമായിട്ട് ഒരു എക്സാം എഴുതാൻ പോകുന്ന തന്റെ ലൈഫിൽ തുടങ്ങാൻ പോകുന്ന ആളുണ്ട്, എക്സാം അവസാനിക്കാൻ പോകുന്ന ആളും ഇതിനകത്തില്ലേ? ശരിയല്ലേ? ഇനി ഒരു എക്സാം ഇല്ലാത്ത ആളും ഇതിനകത്തുണ്ട്, ഒരു എക്സാം തുടങ്ങാൻ പോകുന്ന ആളും ഇതിനകത്തുണ്ട്. പഠിക്കുമോ എല്ലാവരും? ഉള്ളവരും ഇല്ലാത്തവരും. എക്സാം ആദ്യമായിട്ട് എനിക്കറിയാം. കാരണം എന്താണ്, ലൈഫിൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെ ആദ്യമായിട്ട് അല്ലേ, ആദ്യം പഠിക്കില്ലേ? അറിയാമല്ലോ. ഒരു സീരിയസ്നെസ് ഇല്ലാതെ ആദ്യമായിട്ട് ഒരു എക്സാം പഠിക്കുക അറിയാമോ? ഒരു സീരിയസ്നെസ് ഇല്ലാതെ ആദ്യമായിട്ട് പഠിക്കുക അറിയാമോ? എനിമോ? ഒരു സീരിയസ്നെസ് ഇല്ല ഫസ്റ്റ് എപ്പോഴെങ്കിലും എക്സാം പഠിച്ചറിയാമോ? എപ്പോഴെങ്കിലും, പണ്ടെപ്പോഴെങ്കിലും, വർഷവും എപ്പോഴെങ്കിലും അറിയാമോ? ഒരു സീരിയസ്നെസ് ഇല്ല ആദ്യമായിട്ട് ഒരു എക്സാം പഠിച്ചറിയാമോ? ഓർമ്മയുണ്ടോ ലൈഫിൽ? ഓർമ്മയുണ്ടോ? ഉണ്ട്. അതേ എക്സാം അവസാന തവണയായിട്ട് ഇനിയൊരു ചാൻസ് ഇല്ല എന്ത് ചെയ്യും? അപ്പോ ചാൻസ് ഉണ്ടായിരുന്നു, ഇനിയൊരു ചാൻസ് ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും പഠനം അനുഭവിക്കുന്നുണ്ട്. സോ പഠിക്കുക. സോ എല്ലാ ക്ലാസ്സും ഞാൻ അയച്ചു തന്ന എല്ലാ ക്ലാസ്സും എക്സ്പെക്ട് കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലേ? ഇത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഒഴിച്ച് ബാക്കിയെല്ലാം പഠിക്കുക. കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാം പഠിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കാർഡിയോ വാസ്കുലർ ഒഴിച്ച് ബാക്കി പഠിക്കുമല്ലോ. സൺഡേ ആണ്, സൺഡേ രാവിലെ കാർഡിയോ വാസ്കുലർ കേട്ടോ. അത് അങ്ങനെയാണ് എടുക്കുന്നത്, എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. സോ സ്റ്റഡി ചെയ്യാം. ലാസ്റ്റ് പഠിച്ച ലാസ്റ്റ് എന്താ പഠിച്ചത്? സ്കിസോഫ്രീനില്ലേ? ലാസ്റ്റ് കുറച്ച് മണിക്കൂർ മുമ്പേ ഒരു 8 മണിക്കാണോ? 6 മണിക്കല്ലേ? 6 മണിക്കല്ലേ? 6 മണിക്ക് 8 മണിക്കാണോ? 6 മണിക്കല്ലേ? 6 6, 7, 8, 10 സമയം അറിയില്ലല്ലേ? 6 മണിക്കല്ലേ? എനിക്ക് സമയം മറന്നുപോയി. ഓറഞ്ച് അല്ലേ? എനിക്ക് ഓറഞ്ച് ഇല്ല സമയം. 6 മണിക്ക് 6, 7, 8, 9, 10 അല്ലേ? ശരിയല്ലേ? 6 മണിക്കല്ലേ? 6 മണിക്കല്ലേ? എനിക്ക് ഇപ്പൊ കടന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ ഇല്ലേ? ഇപ്പൊ 9 മണിക്ക് കഴിഞ്ഞേ കൊടുത്തോലുള്ളൂ. മറക്കുന്നതല്ല. എന്നറിയാം, ഞാൻ എപ്പോഴും ഇപ്പൊ നിങ്ങൾ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ടാട്ടോ, ഞാൻ എപ്പോഴും എക്സാം ഹാളിൽ ഇരിക്കും പോലും ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വരും. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം എക്സാം ഹാളിൽ ഉണ്ടപ്പോഴേ, എക്സാം ഹാളിൽ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. അത് അങ്ങനെയായിരിക്കും, കാരണം ലൈഫ് എന്റെ ടൈം ഞാൻ തരുന്നു. കാണുന്നുണ്ടല്ലോ, എന്റെ പോലെ വേറെ ആരും തരില്ല. ബാക്കിയെല്ലാം ഈ സമയത്ത് പഴയ റെക്കോർഡ് തരുമ്പോഴേ, ബാക്കി എവിടെ പഠിക്കാൻ പോയ സമയത്ത് റെക്കോർഡിംഗ് ക്ലാസ് മാത്രം തരും. ഞാൻ 6, 7, 8, 9, 10 പഠനമില്ലേ? കാരണം ഞാൻ കൂടെ ഉണ്ടായിരിക്കും. പഠിക്കുക കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യും. ആന്റി സൈക്കോട്ടിക്സ് എന്താ? ആന്റി സൈക്കോട്ടിക്സ്. സ്കിസോഫ്രീ പഠിച്ചു. നെക്സ്റ്റ് ഈസ് ആന്റി സൈക്കോട്ടിക്സ്. എന്താ? 1 മാർക്ക് വരും, ഒരു ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും, ഒരു ക്വസ്റ്റ്യൻ. നേരത്തെ സ്കിസോഫ്രീ പഠിച്ചു അല്ലേ? സ്കിസോഫ്രീ പഠിച്ചു. നെക്സ്റ്റ് ഈസ് ആന്റി സൈക്കോട്ടിക്. എന്തൊക്കെയാ ആന്റി സൈക്കോട്ടിക്? എന്തൊക്കെയാ? എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ഉറപ്പായി വരും. എന്തൊക്കെയാ? ഫസ്റ്റ് ഈസ് സൈക്കോ ഫാർമക്കോളജിക്കകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ്. ഏതൊക്കെയുണ്ട് നോക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം. സോ ആന്റി സൈക്കോ ഡ്രഗ്സിനെ മറ്റു പേരെന്താ? എക്സാമിന് ഒരു ചോദ്യം സൈക്കാട്രിക്കകത്ത് 1 മാർക്കില്ലേ? ഒരൊറ്റ മാർക്ക്. അത് റാങ്ക് മേക്കിംഗ് മാർക്കായിരിക്കും, റാങ്ക് കിട്ടുന്ന മാർക്കായിരിക്കും. അത് കളയരുത്. സൈക്കാട്രിക്കകത്ത് 1 മാർക്ക് കിട്ടും. പേര് പഠിക്കാൻ പാടായാലും പേര് എങ്ങനെ വായിക്കും കേട്ടോ. ഇപ്പൊ മെഡിസിൻ പഠിക്കുമ്പോൾ പേര് എങ്ങനെയാണ് വായിച്ചു? പക്ഷെ എക്സൈസ് കേട്ടോ, പേര് വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും, പറയാൻ അറിയില്ലെങ്കിൽ പോലും ആ വാക്ക് ജസ്റ്റ് പഠിച്ചു വെക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആന്റി സൈക്കോട്ടിക്സ്. എന്താ ആന്റി സൈക്കോട്ടിക്സ്?
ആന്റി സൈക്കോട്ടിക്സ് പെർമിറ്റബിൾ എന്താ? ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിനെ പെർമിറ്റബിൾ എന്താ? മേജർ. ഇത് ട്രാങ്കുലൈസേഴ്സ് ആണോ? മേജർ ട്രാങ്കുലൈസ് പറയാറുണ്ടോ? ആന്റി സൈക്കോട്ടിക്കിന് എപ്പോഴും പെർമിറ്റബിൾ എന്താ? എക്സാം ചോദിക്കും. ആന്റി സൈക്കോട്ടിക്കിനെ പെർമിറ്റബിൾ എന്താ? മേജർ ട്രാങ്കുലൈസർ എന്ന് പറയാറുണ്ടോ? ഇനി വേറെ പേരുണ്ടോ? വേറെ പേരുണ്ടോ? വേറെ പേരുണ്ടോ? ആന്റി ആന്റി സ്കിസോഫ്രീനിക് ഡ്രഗ്സ് പറയാറുണ്ടോ? ആന്റി സ്കിസോഫ്രീനിക് പറയാറുണ്ടോ? മറക്കരുത്, ആന്റി സൈക്കോട്ടിക്സ് എപ്പോഴും മേജർ ട്രാങ്കുലൈസർ എന്നും ആന്റി സ്കിസോഫ്രീനിക് എന്നും അതുപോലെ തന്നെ വേറെന്താ? ന്യൂറോ ലെപ്റ്റിക്സ് പറയാറുണ്ടോ? ന്യൂറോ ലെപ്റ്റിക്സ് പറയാറുണ്ടോ? ന്യൂറോ ലെപ്റ്റിക്സ് ചോദ്യം വരും. ആന്റി സൈക്കോ ഡ്രഗ്സിന് എപ്പോഴും പെർമിറ്റബിൾ എന്തൊക്കെയാ? മേജർ ട്രാങ്കുലൈസേഴ്സ് അല്ലെങ്കിൽ ആന്റി സ്കിസോഫ്രീനിക് അല്ലെങ്കിൽ ന്യൂറോ ലെപ്റ്റിക് ഓർ D2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. എന്താ? ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കേഴ്സ് എന്ന് പറയാറില്ലേ? അടേ എവിടെയാ പഠിച്ചെടുത്ത്? നെർവസ് അല്ലേ? നെർവസ് അല്ലേ? എവിടെയാ ഡോപ്പമിൻ കൂടുന്ന കടിച്ചത? നെർവസ് പഠിച്ചപ്പോൾ ഡോപ്പമിൻ കൂടുന്ന കടിച്ചത? നെർവസ് പഠിച്ചപ്പോൾ ആ നോട്ടിനകത്ത് ക്ലാസ്സിനകത്ത് ഡോപ്പമിൻ കൂടുന്ന കടിച്ചത? ഡോപ്പമിൻ കൂടുന്ന കടിച്ചത? ഡോപ്പമിൻ ഇൻക്രീസ് ആവുന്ന കടിച്ചത? ഏതാണ്? ഡോപ്പമിൻ കൂടുതൽ ഏതാ? പാർക്കിൻസോണിസം ആണോ? പാർക്കിൻസോണിസം ആണോ? 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 ഞാൻ അവിടെ എഴുതി വരച്ച് കണ്ടാണെങ്കിലും കണ്ടോ ആരെങ്കിലും അത് വായിച്ചോ? വായിച്ചോ? ചോദ്യം വരും. വായിച്ചോ? അല്ലെങ്കിൽ വായിച്ചോ? വായിച്ചോ? ആരെങ്കിലും ഇനിയോ വായിച്ചു? ഇല്ല. എപ്പോ വായിക്കും ഇനി? എപ്പോ വായിക്കും ഇനി? എപ്പോൾ വായിക്കും? എപ്പോൾ വായിക്കും? ഇനി 7 days ഉള്ളൂ. എപ്പോ വായിക്കും? 7 days ഉള്ളൂ. ആ തന്ന ക്ലാസ്സിനകത്തുണ്ട് അത്. സോ ന്യൂറോ ലെപ്റ്റിക്സ് എന്താ? ന്യൂറോ ലെപ്റ്റിക്സ് എന്താ? ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കേഴ്സ് കേട്ടോ. ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കേഴ്സ് എന്ന് പറയാം കേട്ടോ. മറക്കരുത് കേട്ടോ. സോ മേജർ ഡ്രാഗൺസ് ഇതൊക്കെയാ ചോദ്യം വരും. ഇപ്പൊ ആന്റി സൈക്കോട്ടിക്സ് എന്നോ ന്യൂറോ ലെപ്റ്റിക്സ് എന്നോ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്നോ പറഞ്ഞാൽ ആന്റി സൈക്കോ ഡ്രഗ്സ് ആണ്. എക്സാം അറിയാമോ? അറിയാമോ? ഇത് എന്തിനാ കൊടുക്കുന്നത്? എന്തിനാണ്? പാർക്കിൻസോൺസ് കുറവല്ലേ? പാർക്കിൻസോൺസ് കുറവ് വേറെ കൂടുതൽ എന്താ? പാർക്കിൻസോൺസ് കുറവ് വേറെ കൂടുതൽ എന്താ? പാർക്കിൻസോൺസ് കുറവ് വേറെ കൂടുതൽ എന്താ? ഞാൻ അവിടെ 6 മാർക്കില്ലേ? ഞാൻ അവിടെ എഴുതി 6 മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാർക്കിൻസോൺ കുറവും വേറെ കൂടുതൽ എന്താ? അവിടെ എഴുതി 6 മാർക്കില്ലേ? ഏതായിരിക്കും? പാർക്കിൻസോൺസ് കുറവും വേറെ എന്താ? വേറെ കൂടുതൽ പാർക്കിൻസോൺസ് കുറവും വേറെ എന്തൊക്കെ ഇട്ടത്? 6 മാർക്ക് ഇട്ട് എഴുതി കൊടുത്തത് എന്താ? ഇതിലെവിടപ്പോ അറിയാലോ? അറിയാലോ എവിടെയോ ഞാൻ എഴുതി കൊടുത്തു. കണ്ടായിരുന്നോ? എനിക്ക് കണ്ടോ? എഴുതി നോട്ടിനകത്ത് ഞാൻ കുറവായിട്ട് കണ്ടായിരുന്നോ? എനിക്ക് കണ്ടോ? ആരെങ്കിലും കണ്ടോ? 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 ആരെങ്കിലും കണ്ടോ? കണ്ടു 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 കണ്ടോ? ആരെങ്കിലും കണ്ടോ? കണ്ടോ? ആരെങ്കിലും അത് ഞാൻ എഴുതിനകത്ത് കണ്ടോ? ആരെങ്കിലും എഴുതിനകത്ത് പാർക്കിൻസോൺസ് കണ്ടോ? ആരെങ്കിലും ഞാൻ 6 മാർക്ക് ഇട്ട് താഴെയും മുകളിലുമായിട്ട് ലോയും ഹൈയുമായിട്ട് ഞാൻ കൊടുത്ത് കണ്ടോ? ആരെങ്കിലും കണ്ടോ? ആണ് 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 കണ്ടോ? ആരെങ്കിലും കണ്ടോ? കണ്ടോ? അല്ലേ? കണ്ടില്ലേ ആരെങ്കിലും? സോ ആന്റി സൈക്കോട്ടിക് എന്ന് പറഞ്ഞാലും ന്യൂറോ ലെപ്റ്റിക്സ് എന്ന് പറയുന്നതായിരിക്കും. എന്തായിരിക്കും? എന്തായിരിക്കും? ആന്റി സൈക്കോട്ടിക് എന്ന് പറഞ്ഞാലും ന്യൂറോ ലെപ്റ്റിക്സ് എന്ന് പറഞ്ഞാലും റിസപ്റ്റീവ് ബ്ലോക്കേഴ്സ് എന്നായിരിക്കും. എന്തായിരിക്കും? നമ്മുടെ ഇത് തോട്ട് പ്രോസസ് ഇല്ലേ? തോട്ട് പ്രോസസ്സിനെ ഇത് ഇംപ്രൂവ് ചെയ്താണോ ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ? തോട്ട് പ്രോസസ് ഇംപ്രൂവ് ചെയ്ത ഡ്രഗ് ആണോ? ബിഹേവിയറിനോ
ദ തോട്ട് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണോ ഈ ഡ്രഗ്സ്? നമ്മുടെ ദ തോട്ട് പ്രോസസ്സിനെയും ദ ബിഹേവിയറിനെയും ഇംപ്രൂവ് ചെയ്യുന്ന ദ ഡ്രഗ്സ് ആണോ? നമ്മുടെ എല്ലാവരുടെയും ദ തോട്ട് പ്രോസസ്സിനെയും ബിഹേവിയറിനെയും ഇംപ്രൂവ് ചെയ്ത ഡ്രഗ്സ് ആണോ? 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 പറഞ്ഞാണോ? ആണോ? പറഞ്ഞേ. ആണല്ലേ? ക്വസ്റ്റ്യൻ റെഡി, ക്വസ്റ്റ്യൻ റെഡി, ക്വസ്റ്റ്യൻ റെഡി, ക്വസ്റ്റ്യൻ റെഡി, ക്വസ്റ്റ്യൻ റെഡി. 56 56 57 56 57 പറഞ്ഞു പറഞ്ഞു. ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? 57 ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ ആർക്കെങ്കിലും? ഇനി വേണോ ആർക്കെങ്കിലും? പഠിക്കൂ? പഠിക്കുമോ? 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 പഠിക്കുമോ ആരെങ്കിലും? പഠിക്കുമോ ആരെങ്കിലും? ഇനി അടുത്തൊരു 40 വേണോ? ആർക്കും വേണോ? ആവശ്യം മാത്രം പറഞ്ഞാൽ മതി. വേണോ? 40 വേണോ? അടുത്തൊരു 40 വേണം. 40 ഒരു 10 50 50 ആകുമ്പോൾ 50 വേണം. ടുമോർ തന്നെ തരട്ടെ, ടുമോർ തന്നെ 50 തരട്ടെ. ഓരോ മണിക്കൂറിലും അരമണിക്കൂർ, ഒരു 10 മണിക്ക് ശേഷം, ടുമോർ 10 മണിക്ക് ശേഷം ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഓരോ തരട്ടെ. ടുമോർ 10 മണിക്ക് ശേഷം ഓരോ അരമണിക്കൂർ ഇടവിട്ട് ബാക്കി 50 തരട്ടെ. ടുമോറോ ഓരോ അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ബാക്കി 50 തരട്ടെ. പഠിക്കൂ? പഠിക്കുമോ? പഠിക്കും. പറഞ്ഞു. എസ് ഐ മാത്രം പറഞ്ഞു തരേ ഉള്ളൂ. എല്ലാരും പറഞ്ഞേ. പഠിക്കോ? പഠിക്കും. സിംഗിൾ ആണ് കമ്മിറ്റഡ്. സിംഗിൾ എന്നാലേ, സിംഗിൾ എന്നാലേ കൺഫ്യൂഷൻ കേട്ടോ. സിംഗിൾ എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ കേട്ടോ. സിംഗിൾ തരാത്ത കാര്യം കൺഫ്യൂഷൻ ആവും. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഒറ്റ ആൻസറും, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഒറ്റ ആൻസറും. അത് നല്ലത് കേട്ടോ, അത് നല്ലത്. അല്ലാതെ ഒറ്റ എന്താണ് ഇത് ബൾക്കായാലേ അത് പഠിക്കില്ല. എനിക്കറിയാം, പഠിക്കില്ല ആരും. ഇത് ബൾക്ക് ചെയ്താൽ ഒരു 100 പേജ് ഉണ്ടാലേ പഠിക്കാൻ തോന്നില്ല. അതാകുമ്പോ സിംഗിൾ എന്തെങ്കിലും ഓർമ്മിച്ചില്ലേ അതാ. സോ ആന്റി സൈക്കോട്ടിക് എന്തൊക്കെയാ? ആന്റി സൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ മേജർ എന്താ? മേജർ ഇൻ ദ ട്രാങ്കുലൈസേഴ്സ്, അല്ലെങ്കിൽ ആന്റി സ്കിസോഫ്രെനിക്, അല്ലെങ്കിൽ ദ പറഞ്ഞൂടെ പറഞ്ഞൂടെ, അല്ലെങ്കിൽ ദ ഡോപമിൻ റിസപ്റ്റർ ബ്ലോക്കേജ് പറഞ്ഞൂടെ പറഞ്ഞൂടെ. എന്തൊക്കെയാണ് ഫങ്ഷൻ? എന്താ എന്താ ചെയ്യുന്നത്? എന്താ ഫങ്ഷൻ? ഇവിടെ മഴ കേട്ടോ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാ. അവിടെ മഴയുണ്ടോ? അവിടെ മഴയുണ്ടോ? അവിടെ മഴയുണ്ടോ? എവിടെയെങ്കിലും ഇവിടെ നല്ല മഴ പെയ്യുക ഉണ്ടോ? അഞ്ചന ഉണ്ടോ? ഇവിടെ മഴ പെയ്യുക. എന്ത് ചെയ്യുന്നത്? ഇംപ്രൂവ്. ഹർഷിയുടെ പറയുന്നതാണ്, ഹർഷിയുടെ പറയുന്നത് തന്നെ ഇംപ്രൂവ് ദ തോട്ട് പ്രോസസ് അല്ലേ? നമ്മുടെ ദ തോട്ട് പ്രോസസ്സിനെയും ബിഹേവിയറിനെയും ഇംപ്രൂവ് ചെയ്യുന്നല്ലേ? അല്ലേ അല്ലേ? നമ്മുടെ ദ തോട്ട് പ്രോസസ്സിനെയും ആൻഡ് ബിഹേവിയറിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ചെയ്ത് അല്ലേ? നമ്മുടെ തോട്ട് പ്രോസസ്സിനെയും ബിഹേവിയറിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ഇത് അല്ലേ? ബിഹേവിയർ എന്തൊക്കെയാ? ബിഹേവിയർ എന്തൊക്കെയാ? ബിഹേവിയർ മീൻസ് എന്തൊക്കെയാ? എന്തൊക്കെയാ? വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ആൾക്കാരല്ലേ? സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ആൾക്കാർക്കല്ലേ? സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ക്ലയൻസിന്റെ തോട്ട് പ്രോസസ്സും ബിഹേവിയറും എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സിലെ ആന്റി സൈക്കോട്ടിക്, സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ക്ലയൻസിന്റെ തോട്ട് പ്രോസസ്സും ബിഹേവിയർ പ്രോസസ്സും എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ഇതാ ആന്റി സൈക്കോട്ടിക്സ് അല്ലേ? അല്ലേ? അല്ലെ? സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ക്ലയൻസിന്റെ തോട്ട് പ്രോസസ്സും അതുപോലെ തന്നെ ബിഹേവിയറും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ഇതാ ആന്റി സൈക്കോട്ടിക്സ് അല്ലേ? ആന്റി സൈക്കോട്ടിക്സ്. പറഞ്ഞു പഠിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഒരു ചെറിയ സ്മാർട്ട് ടിപ്സ് തരാം.
അടുത്ത ഇൻ ദ നെക്സ്റ്റ് 7 days പഠിക്കുമ്പോഴേ ഒരു നിമിഷം പോലും എന്താണ് വേറെ ഒരു കാര്യം ചിന്തിക്കുക കേട്ടോ. വേറെ പാസ്റ്റോ വേറെ ചിന്തിക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു പാസ്റ്റ് കാര്യമോ ചിന്തിക്കാതെ അത് പ്രസന്റ് ടൈമിലോ കാര്യം പഠിക്കുമല്ലോ. അടുത്ത 7 days നിങ്ങളുടെ ടിപ്സ് പറഞ്ഞുതരാം. പാസ്റ്റ് ഉള്ള കാര്യം ചിന്തിക്കരുത്, മറ്റു കാര്യങ്ങൾ ചിന്തിക്കരുത്, അനാവശ്യ പ്രശ്നങ്ങൾ പോയി ചാടരുത്. അത് പ്രസന്റ് ടൈമിൽ മാത്രം പഠിക്കൂ. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു ചെറിയ ടിപ്സ് ആണ്. അത് 7 days അനാവശ്യമായ പാസ്റ്റിലോട്ട് പോവുകയോ അനാവശ്യം അടുത്തെങ്കിലും ആരാശരി അച്ഛനോ അമ്മയോ ഹസ്ബൻഡോ അടുത്താലും അനാവശ്യമായിട്ട് സംസാരം പാടില്ല കേട്ടോ. ഒരു വഴക്കിനോ പ്രശ്നം പോവാതെ സ്വന്തം ടൈം കണ്ടെത്തി ഒരു റൂമിലിരുന്ന് സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യുമോ? സ്വന്തമായിട്ട് സമയം സ്പെൻഡ് ചെയ്യല്ലോ. മൈൻഡ് സെറ്റ് ചെയ്യുക. മൈൻഡില്ലേ അല്ലേ മറ്റു കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഒന്നിലും ഇത് പോയി ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പഠിക്കുവാണെങ്കിലും പഠിക്കോ. എക്സാമിൽ ചോദ്യം വരും. ക്ലാസിഫിക്കേഷൻ അല്ലേ ഈ പറഞ്ഞ ആന്റി സൈക്കോ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും എക്സാമിൽ. ഒരു ചോദ്യം എപ്പോഴും വരുന്നത് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഉണ്ട്? ആന്റി സൈക്കോ ഡ്രഗ്സ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഇല്ലേ? ആന്റി സൈക്കോ ഡ്രഗ്സ് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ 2 ടൈപ്സ്, ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും അല്ലേ? ആന്റി സൈക്കോ ഡ്രഗ്സ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്, ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും അല്ലേ? ശരിയല്ലേ? എക്സാമിന് എപ്പോഴും എക്സാമ്പിൾ ചോദിക്കും, ഷൂറായി ചോദിക്കും. എക്സാം ചോദ്യം വരും. ആന്റി സൈക്കോ ഡ്രഗ്സ് പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? ഒന്ന് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും. എക്സാമ്പിൾ എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ജനറേഷൻ പറ്റി എന്താ? ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സിനെ പറ്റി എന്താ? ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സിനെ പറ്റി എന്താ? ദ ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സ്. മറക്കരുത്, ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആന്റി സൈക്കോട്ടിക്സിന്റെ പറ്റി എന്താ? ദ ടിപ്പിക്കൽ പറഞ്ഞേ ആന്റി സൈക്കോട്ടിക്സ് അല്ലേ? മറക്കരുത്. സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആന്റി സൈക്കോട്ടിക്സിനെ പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സിനെ പറയുന്ന മറ്റൊരു എന്താ? ടിപ്പിക്കൽ ആന്റി സൈക്കോ ഡ്രഗ്സ്. ഞാൻ ഓരോ കാര്യം വീണ്ടും പഠിക്കുന്നുണ്ടോ? എക്സാം മതിക്കുക. ആർക്ക് കൊടുക്കാം? യൂസിൻ ദ പോസിറ്റീവ് സിംറ്റംസ് ഓഫ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. യൂസിൻ പോസിറ്റീവ് സിംറ്റംസിലേക്ക് സ്കിസോഫ്രീനിയുടെ അല്ലേ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റംസ് കൊടുത്തൂടെ? സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം ഉള്ളവർക്ക് കൊടുക്കാം. സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം കൊടുക്കുക. എന്താണ്? ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് കൊടുക്കാം. എന്തൊക്കെയാ പറഞ്ഞത്? നേരത്തെ പഠിച്ചപ്പോൾ സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞത് നേരത്തെ പഠിച്ചപ്പോഴേ സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാ? ഹാലുസിനേഷൻ ഉണ്ടോ? ഹാലൂസിനേഷൻ പോസിറ്റീവ് സിംറ്റം ആണോ? സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം ഹാലൂസിനേഷൻ ഉണ്ടോ? ഉണ്ട് ഇല്ലേ? ഈ പറഞ്ഞ സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റം ആയിട്ട് ഹാലൂസിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഗ്രഷൻ, ഡെലൂഷൻ ഇല്ലേ? അഗ്രസീവും ഡെലൂഷൻ ഇല്ലേ? അല്ലെ? ഹാലൂസിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഗ്രഷൻ ഉണ്ട്, ഡെലൂഷൻ ഉണ്ട് അല്ലെ? ഇതൊക്കെയല്ലേ സ്കിസോഫ്രീനിയുടെ പോസിറ്റീവ് സിംറ്റംസ് അല്ലേ? അത് ശരിയല്ലേ? ഇതൊക്കെയല്ലേ? അഗ്രഷൻ ഉണ്ട്, ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും. ഡെലൂഷൻ ഉണ്ട്, ഹാലൂസിനേഷൻ മറക്കരുത്. ഹാലൂസിനേഷൻ ഉണ്ട്, ഡെലൂഷൻ ഉണ്ട്, അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ കൊടുക്കാം പോസിറ്റീവ് ആന്റി സൈക്കോ കൊടുത്തൂടെ? ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് കൊടുത്തൂടെ? ഇവിടെ ചോദ്യം ആ ഡ്രഗ്സ് ഏതൊക്കെയാ? ഡ്രഗ്സിന്റെ പേര് ചോദിക്കും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ചില പഠിക്കാൻ പേര് പാടാണെന്ന് കരുതി പറയാനോ കേൾക്കാനോ വായിക്കാനോ പേര് പാടാണെന്ന് കരുതി പഠിക്കാതിരിക്കരുത്. എന്ത് വേണമെങ്കിലും ഞാൻ പറയുമ്പോൾ തെറ്റിച്ചു പറയും, കുഴപ്പമില്ല. പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കുക. എന്തൊക്കെയുണ്ട്? ഫീനോതയാസിസ് ഉണ്ടോ? ഫീനോതയാസിസ് ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആന്റി സൈക്കോട്ടിക്സിനകത്ത്
ഫസ്റ്റ് വരുന്ന കാര്യം ഇപ്പൊ സൈക്കോട്ടിക്സിനകത്തല്ലേ ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഏതാ? ഫീനോതയാസിൻസ്. കേട്ടിട്ടുണ്ടെങ്കിൽ ഫീനോതയാസിൻസ് കേട്ടോ? കേട്ടിട്ടുണ്ടോ? 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 ഉണ്ടോ? ഫീനോതയാസിൻസ് ഇല്ല, പഠിച്ചിട്ടില്ല. എന്ന് പഠിക്കുന്നു. പഠിക്കേ. ഫീനോതയാസിൻസ് എപ്പോഴും ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്. എക്സാമ്പിൾ എത്തിക്കുക. എക്സാമ്പിൾ പറയായിരിക്കും. ഇത് ക്ലോർപ്രോമാസ് കിട്ടണമെങ്കിലും ക്ലോർപ്രോമാസ് എവിടെയെങ്കിലും ക്ലോർപ്രോമാസ് കിട്ടണമെങ്കിലും എനിവൺ എവിടെയെങ്കിലും ക്ലോർപ്രോമാസ് എനിവൺ ഒരാളെങ്കിലും ഉണ്ട് ക്ലോർപ്രോമാസ് കേട്ടിട്ടുണ്ടോ? എന്തോ ആ ഡ്രഗിന് പ്രത്യേകത പറയാം. ആ ഡ്രഗിനല്ലേ ക്ലോർപ്രോമാസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് ആന്റി സൈക്കോട്ടിക് ഡ്രഗ് യൂസിലെ ചോദ്യം വരും, ഏറ്റവും ആദ്യമായി യൂസ് ചെയ്ത ആന്റി സൈക്കോ ഡ്രഗ് ഏതാ? ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്ത ആന്റി സൈക്കോ ഡ്രഗ് ഏതാ? ക്ലോർപ്രോമാസിൻ. മറക്കരുത്, ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്ത ഡ്രഗ് ഏതാ? ക്ലോർപ്രോമാസിൻ. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ഫീനോതയാസിൻ. മറക്കരുത്, പഠിക്കാൻ കഴിവാണ്. ഫീനോതയാസിന്റെ ഒരു കാറ്റഗറി ഇതാണ് ക്ലോർപ്രോമാസിൻ. ഇതാണ് എപ്പോഴും ആദ്യമായിട്ട് യൂസ് ചെയ്ത സൈക്യാട്രിക് ഡ്രഗ് എന്ന് പറയും. ക്ലിയർ 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 ആയോ? ക്ലിയർ ആയോ? ഇനി അതുകൊണ്ട് ഫീനോതയാസിൻ പറഞ്ഞു, അത് ക്ലോർപ്രോമാസിൻ പറഞ്ഞു, എന്തുണ്ട് അതുണ്ട് ആൻഡ് ട്രൈഫ്ലൂഡൈസിൻ ഉണ്ടോ? ആൻഡ് ട്രൈഫ്ലൂഡൈസിൻ ഉണ്ടോ? ആൻഡ് തൈറോഡൈസിൻ ഉണ്ടോ? ആൻഡ് തൈറോഡൈസിൻ ഉണ്ടോ? തൈറോഡൈസിനും ആൻഡ് ട്രൈഫ്ലൂഡൈസിൻ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? ഇല്ലേ? ഇല്ലേ? ഫസ്റ്റ് ജനറേഷനകത്ത് യൂസ് ചെയ്യുന്ന പോസിറ്റീവ് സിംറ്റംസ് ഉള്ള സ്കിസോഫ്രീനിയക്കകത്ത് യൂസ് ഡ്രഗ്സ് ഏതൊക്കെയാ? ചോദ്യം വരും. ഫസ്റ്റ് ജനറേഷനകത്ത് ആന്റി സൈക്കോട്ടിക്സ് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താ? ഫസ്റ്റ് ഏതാ? അല്ല ആദ്യം ഏതാ? ഇത് ക്ലോർപ്രോമാസ് അല്ലേ? ഫസ്റ്റ് എക്സാം സ്ഥിരം ചോദ്യം. ഇത് എക്സാം സ്ഥിരം ചോദ്യം. എന്താ ഇത്? ക്ലോർപ്രോമാസ് അല്ലേ? അല്ലേ? ടിപ്പിക്കൽ ആന്റി സൈക്കോ ഡ്രഗ് അല്ലേ? ടിപ്പിക്കൽ ആന്റി സൈക്കോ ഡ്രഗ് ഏതാ? ക്ലോർപ്രോമാസ് അല്ലേ? അല്ലേ? അല്ലേടെ? ഇല്ലേടെ? ഉണ്ടോ? ഉണ്ട്. വേറെന്തൊക്കെയുണ്ട്? വേറെന്തൊക്കെയുണ്ട്? പേര് പഠിക്കാൻ പാടില്ല പറഞ്ഞാൽ മതി. പേര് പഠിക്കാൻ പാടില്ല പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. ട്രൈ 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 ഫ്ലൂറോ പറഞ്ഞു പിടിക്കലേ. ഇത് ട്രൈ സ്ത്രീക്കാണ് പേര് വെച്ച്. ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ടോ? ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം വെറുതെ വായിച്ചു പോവില്ല, പഠിക്ക്. ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ട്. നിങ്ങളെ പേര് പഠിപ്പിക്കാൻ. ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ടോ? ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ടോ? ഉണ്ടോ? ഞാൻ ഇത് കുട്ടികളെ പോലെ പേര് വായിച്ച് പഠിപ്പിക്കും. ട്രൈ ഫ്ലൂറോ ക്രോമാസിൻ ഉണ്ടോ? 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 ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹാലോപെരിഡോൾ ഉണ്ടോ? പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹാലോപെരിഡോൾ ഉണ്ടോ? ആന്റി സൈക്കോട്രഗ് അല്ലേ? ഉണ്ടോ? ഹാലോപെരിഡോൾ ഉണ്ടോ? രാഗി ഇടയ്ക്ക് ലെഫ്റ്റായി കണ്ടു കേട്ടോ. രാഗി ഇടയ്ക്ക് ലെഫ്റ്റായി കണ്ട് ശ്രദ്ധിച്ചായിരുന്നു. ഇടയ്ക്ക് ലെഫ്റ്റായി പോയി വരരുത് കേട്ടോ. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഇടയ്ക്ക് ആരും ഇത് ലെഫ്റ്റായി പോയി വീണ്ടും വരരുത്. പഠിക്കോ, ഒരു മാർക്ക് കളയരുത്. ആരടുത്തും പറയുകയാണ്, ഞാൻ ഓരോ ആളും നോട്ട് ചെയ്യും. ലെഫ്റ്റായി വീണ്ടും വരരുത്. രാത്രിയിലും പറയുകയാണ്, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇടയ്ക്ക് പോയി വീണ്ടും വന്ന് പഠിക്കരുത്. ചോദ്യം വരും. ഹാലോപെരിഡോൾ എന്താ? ഹാലോപെരിഡോൾ ഫസ്റ്റ് ജനറേഷൻ ആണോ? ഹാലോപെരിഡോൾ ഫസ്റ്റ് ജനറേഷൻ ആണോ സെക്കൻഡ് ജനറേഷൻ ആണോ? ഫസ്റ്റ് ജനറേഷൻ അല്ലേ? അല്ലേ? അല്ല. அந்த പൈമോസൈഡോ? அந்த പൈമോസൈഡോ? அந்த പൈമോസൈഡോ? ആ പേര് പഠിക്കുക ഈസിയാണ്. പൈമോസൈഡോ? அந்த പൈമോസ് കേട്ടാൽ ഓർമ്മിക്കില്ല. പൈമോസ് എന്താ? ഫസ്റ്റ് ജനറേഷൻ അല്ലേ? ആന്റി സൈക്കോ ഫസ്റ്റ് ജനറേഷൻ അല്ലേ?
പൈമോസൈഡും ഫസ്റ്റ് ജനറേഷൻ മറക്കരുത്. പൈമോസൈഡും എല്ലാം ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈഡ് ഡ്രഗ്സ് ആണ്. ക്ലിയർ ആയോ? ഇത്രയും ഡ്രഗ്സ് മാത്രമേ എപ്പോഴും ഫസ്റ്റ് ജനറേഷൻ ഏതൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് ജനറേഷൻ പോസിറ്റീവ് സിംറ്റംസ് ഉള്ള സ്കിസോഫ്രീനി കൊടുക്കുന്ന ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് ഏതൊക്കെയാ പറഞ്ഞേ? ഫീനോതയാസിൻസ്, ലൈക്ക് ക്ലോർപ്രോമാസിൻ, തൈറോഡയസിൻ, ട്രൈഫ്ലൂറോറാസിൻ, ഹാലോപെരിഡോൺ ആൻഡ് പൈമോസൈഡ്. ഓർമ്മ വയ്ക്കും, മാർക്ക് ഓർമ്മ വയ്ക്കും. ഇത്രയും ടേംസ് ഓർമ്മ വയ്ക്കും. ഒരു മാർക്ക് കിട്ടും, ഒരു മാർക്ക് ഉറപ്പാണ്. കിട്ടോ? ഇന്ന് പഠിക്കട്ടോ? പഠിച്ചോ? ആൻഡ് സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഏതാ? സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് ഏതൊക്കെയാ? ഫസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് ഏതാ? സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് അല്ലെങ്കിൽ അതർവൈസ് എന്താ? എറ്റിപ്പിക്കൽ ഓർ ദ നോവൽ ആന്റി സൈക്കോട്ടിക്സ്. പേര് മറക്കരുത്. സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ അല്ലെങ്കിൽ ദ നോവൽ ആന്റി സൈക്കോട്ടിക്സ് എന്ന് പറയുന്നതായിരിക്കും. ചോദ്യം പറയും, സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ അല്ലെങ്കിൽ നോവൽ ആന്റി സൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എവിടെ യൂസ് ചെയ്യും? ചോദ്യം പറയാം. ഈ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡും തേർഡും എപ്പോഴും ഒരു മാർക്ക് ഞാൻ കള്ളം പറയില്ല. ഒരു മാർക്ക് കളയരുത്. സൈക്കോ ഡ്രഗ്സിൽ നിന്നും ഒരു മാർക്ക്, ഫസ്റ്റ് ജനറേഷനും സെക്കൻഡും തേർഡിൽ നിന്ന് ഒരു മാർക്ക് ചോദിക്കും. വേണോ? കളയണോ? ഈ നോട്ടിൽ നിന്നും ഈ ക്ലാസ്സിൽ നിന്നും മാത്രം കിട്ടും. കളയരുത്. ഫസ്റ്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്ലിയർ ആയല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ജനറേഷൻ എന്താ? എറ്റിപ്പിക്കൽ അല്ലെങ്കിൽ നോവൽ ആന്റി സൈക്കോട്ടിക്സ്. നോവൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ ഡ്രഗ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്തത്? സ്കിസോഫ്രീനിയുടെ ഇത് നെഗറ്റീവ് സിംറ്റംസ് ആണോ? സ്കിസോഫ്രീനിയുടെ നെഗറ്റീവ് സിംറ്റംസ് ലൈക്ക് ഏതൊക്കെയാ? ഇത് എപ്പതി, അലോകിയ അല്ലെ? ഇത് എപ്പതി, അലോകിയ പോലുള്ള നെഗറ്റീവ് സിംറ്റംസ് ഇല്ലേ? എപ്പതി, അലോകിയില്ലേ? ഇത് എപ്പതി, അലോകിയ പോലുള്ള നെഗറ്റീവ് സിംറ്റംസ് എപ്പോഴും ദ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് ആണ് യൂസ് ചെയ്തത്. എപ്പതി, അലോകിയ പോലുള്ള ഇത് നെഗറ്റീവ് സിംറ്റംസ് ഇല്ലേ? ഇത് സ്കിസോഫ്രീനിയുടെ നെഗറ്റീവ് സിംറ്റംസിലല്ലേ എപ്പോഴും സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. മറക്കോ? ഇത് എപ്പതി, അലോകിയ പോലുള്ള എന്താണ് സിംറ്റംസ് അല്ലേ? എപ്പോഴാണ് സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിലെ നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം പെടുന്ന ഡിസീസ് എല്ലാം സെക്കൻഡ് ജനറേഷൻ ഏതൊക്കെയാ? ലൈക്ക് അറിയാമായിരിക്കും. ഏതൊക്കെയാ? ഇത് ക്ലോസ് അപ്പിലുണ്ടോ? ഉണ്ടോ? അറിയാമായിരിക്കും. ക്ലോസ് അപ്പിലുണ്ടോ? എക്സാം ചോദ്യ റെസ്പിറേറ്ററി അറിയാം. ക്ലോസ് അപ്പിലുണ്ടോ? ക്ലോസ് അപ്പ് എക്സാമിന് എപ്പോഴും ചോദ്യം വരും. ബ്രാക്കറ്റിലത്തെ എപ്പോഴും ബ്രാക്കറ്റ് എഴുതി വെക്കുക. ക്ലോസ് അപ്പ് എന്താ? സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്. മറക്കരുത്, എക്സാമിന് എപ്പോഴും ചോദിക്കും. നോവൽ ആന്റി സൈക്കോട്ടിക് എന്നോ എറ്റിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് എന്നോ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് ആയിരിക്കും. പറഞ്ഞ സ്കിസോഫ്രീനി അത് പഠിച്ച 6 മണിക്ക് പഠിച്ച ഇന്ന് ഈവനിങ് 6 മണിക്ക് പഠിച്ച സ്കിസോഫ്രീനിയുടെ നെഗറ്റീവ് സംഭവം ഇല്ലേ? ആ നെബദിസിയും ക്ലോസ് അപ്പിൽ എപ്പോഴും യൂസ് ചെയ്യും. അത് എന്ത് കോസ് ചെയ്യും? ആ ഡ്രഗിന്റെ എന്ത് കോസ് ചെയ്യും? എവിടെയെങ്കിലും ഇത് ബ്ലഡ് പഠിച്ചപ്പോൾ അഗ്രാനോ സൈറ്റോസ് പഠിച്ചായിരുന്നു. ബ്ലഡ് പഠിച്ചപ്പോൾ എവിടെയെങ്കിലും അഗ്രാനോ സൈറ്റോസിസ് പഠിച്ചോ ആരെങ്കിലും? ബ്ലഡ് പഠിച്ചപ്പോ ഞാൻ എഴുതി ഇട്ട റെക്കോർഡിങ് തന്നെ ഞാൻ ഓർമ്മിച്ച് പറയാം. ഞാൻ റെക്കോർഡിംഗ് ഇല്ലേ, ആ റെക്കോർഡിംഗ് താഴെ തന്നെ പേരായിട്ട് അഗ്രാനോ സൈറ്റും കണ്ടാരെങ്കിലും ഇത് ബ്ലഡിന്റെ റെക്കോർഡിങ്ങിനകത്ത് തന്നെ ഒരു വാക്കുണ്ടായിരുന്നു, അഗ്രാനോസൈറ്റും ഗ്രാനുലോസൈറ്റ്.
ഓർമ്മയുണ്ടോ? അപ്പൊ ഇത് ക്ലോസ് എന്നടക്കം എക്സാം ചോദിക്കുന്നത് ക്ലോസ് എന്നടക്കം അഗ്രാനോസൈറ്റോസ് ഉണ്ടാകും. മറക്കരുത്, ഇത് ക്ലോസ് അപ്പിന് എപ്പോഴും അഗ്രാനോസൈറ്റോസിസ് ഉണ്ടാക്കും. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഇനി വേറെ ചോദിച്ചാൽ ഇത് ക്ലോസ് ആകുമ്പോൾ തന്നെ വേറെ ഉണ്ട്. ഈ ഒളനോസപ്പിൻ ഉണ്ടോ? ഇത് ഒളനോസപ്പിൻ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത റെസ്പെരിഡോൺ സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്കല്ലേ ഉണ്ടോ? റെസ്പെരിഡോൺ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കല്ലേ ഇത് റെസ്പെരിഡോൺ. സ്ഥിരമായിട്ട് എപ്പോഴും കേൾക്കുന്ന വാക്കൽ ഇത് റെസ്പെരിഡോൺ 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 അല്ല ശരിയല്ലേ? സ്ഥിരമായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കല്ലേ റെസ്പെരിഡോൺ. അതും എന്താ? സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്. മറക്കരുത്, റെസ്പെരിഡോൺ എപ്പോഴും എന്താണ്? യുവർ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്. സോ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ദ ഡ്രഗ്സ് എക്സാം എന്തൊക്കെയാ? ചോദ്യം വരും. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആന്റി സൈക്കോട്ടിക്സിന്റെ എക്സാം എന്തൊക്കെയാ? ഹാലോപെരിഡോൺ ഉണ്ട്. വരുന്നുണ്ട് പറഞ്ഞേ ഇപ്പൊ പറഞ്ഞേ. ഫസ്റ്റ് എന്തൊക്കെയാ? ഹാലോപെരിഡോൺ. വേറെ പൈമോസൈഡ്. പഴഞ്ഞാണേ പറഞ്ഞേ. പൈമോസൈഡ് ഉണ്ട്. വേറെന്ത്? തയോറൈഡ്സ് ഉണ്ടല്ലേ? പറഞ്ഞേ. യെസ്. ആ സെക്കൻഡോ? സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് ഏതൊക്കെയാ? ഇത് ക്ലോസപ്പിനുണ്ട് ആൻഡ് ഒളനോസപ്പിനുണ്ട് ആൻഡ് റെസ്പെരിഡോൺ ഉണ്ട്. അതുപോലെ തന്നെ മറക്കരുത്. സോ ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ചോ? അവസാന നിമിഷം ഇത് ബാക്കി വെച്ച കാര്യം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. അവസാന നിമിഷം ഇനിയും ഡ്രഗ്സ് അടുത്ത ദിവസവും ബാക്കിയുണ്ട്. ഡ്രഗ്സ് ഓർമ്മ വേണം. കാരണം എനിക്ക് ഒരു മാർക്കായ പോലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് നിമിഷം പഠിപ്പിച്ച കാര്യം ചോദ്യം. കാരണം പേരുകൾ, ചില മെഡിസിന്റെ പേര് എപ്പോഴും അവസാനം മറന്നുപോകും. അതുകൊണ്ട് ലാസ്റ്റ് പഠിക്കുക. ഇനിയുണ്ട് അടുത്ത ഒരു ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പഠിപ്പിക്കും. അത് പഠിച്ചെടുക്കുക. ഇത് നോട്ട് അതുപോലെ വായിക്കുക. കേട്ടോ? ഇതുണ്ടോ? ഇനി കേട്ടോ ആരെങ്കിലും? അപ്പൊ ഈ ഡ്രഗ്സ് ഇല്ലേ, ആ സൈഡ് എന്താ? സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ആന്റി സൈക്കോട്ടിക്സും എടിപിക്കലും അന്ന് നോവൽ വരെ പറഞ്ഞു. ഇനി ഇതിന്റെ സൈഡ് എഫക്ട് എന്താ? ചോദ്യം വരും. ഇതിന്റെ മെയിൻ സൈഡ് എഫക്ട് എന്താ? EPS ഇതുണ്ടെങ്കിലും എവിടെയെങ്കിലും EPS ഉണ്ടെങ്കിലും എപ്പോഴെങ്കിലും പഠിച്ചപ്പോൾ EPS എക്സ്ട്രാ പീരിയഡൽ സിംറ്റംസ് ഓർ സൈഡ് എഫക്ട് കേട്ടുണ്ടോ? ചോദ്യം വരും. സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് ഇല്ലേ, അതിന്റെ മെയിൻ ലോങ് ടൈം ആയിട്ട് സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് വെച്ചാലേ മറക്കടേ പഠിക്കടേ. ലോങ് ടൈം ആയിട്ട് സെക്കൻഡ് ജനറേഷൻ ഈ പറഞ്ഞ ഡ്രഗ്സ് ഇല്ലേ, ഇത് ക്ലോണോസപ്പിലായാലും ശരി, ഇത് ഒളനോസപ്പും ശരി, ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്താൽ എന്ത് സൈഡ് എഫക്ട്? എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ലേ? ശരിയല്ലേ? ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിൽ എപ്പോഴും ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്താൽ എക്സ്ട്രാ പിരമിഡ് സൈഡ് എഫക്ട് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? EPS എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ലോങ് ടൈം ആയിട്ട് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ EPS ഉണ്ടാകുമെന്ന് പറയുമ്പോൾ EPSനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫസ്റ്റ് ഏതാ? E എന്താ? A എന്താ? എന്തൊക്കെയായിരിക്കും? അക്കത്തീഷ്യ ഉണ്ടോ? ചോദ്യം വരും. EPSനകത്ത് എന്തൊക്കെ വരും? എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിനകത്ത് എന്തൊക്കെ വരും? അക്കത്തീഷ്യ ഉണ്ടോ? EPS അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിനകത്ത് എന്തൊക്കെ വരും? അക്കത്തീഷ്യ ഉണ്ടോ? 50% മോസ്റ്റ് കോമൺ എന്ത് വരും? അക്കത്തീഷ്യ കേട്ടോ. EPSനകത്ത് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിനകത്ത് 50% മോസ്റ്റ് കോമൺ അക്കത്തീഷ്യ വരും. എന്താ അക്കത്തീഷ്യ? മോട്ടോ റെസ്ലെസ് ആണോ?
അക്കത്തീഷൻ എന്താണ്? മോട്ടോർ റെസസ് ആണോ? ആണോ? അല്ലേ? അക്കത്തീഷൻ എന്താ? മോട്ടോർ റെസസ് അല്ലേ? അക്കത്തീഷ്യ എന്താ? മോട്ടോർ റെസസ്. എക്സാമിൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കേട്ടെ, കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കേട്ടത് വാക്കീസ് ആൻഡ് ടാക്കീസ് കേട്ടോണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷം മുമ്പ് കേട്ട് എവിടെയെങ്കിലും വാക്കീസ് ആൻഡ് ടോക്കീസ് കേട്ടോണ്ടെങ്കിലും എവിടെയെങ്കിലും അക്കത്തീഷ്യ പറഞ്ഞിട്ട് ഇവിടെ എന്താ? വാക്കീസ് ആൻഡ് ടാക്കീസ് അല്ലേ? ലാസ്റ്റ് DH അഞ്ചിനെ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു 2 വർഷം പറഞ്ഞപ്പോ ലാസ്റ്റ് DH ചോദ്യം പറഞ്ഞു വാക്കീസ് ആൻഡ് ടോക്കീസ്. ശരിയല്ലേ? ലാസ്റ്റ് DHS എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു വാക്കീസ് ആൻഡ് ടോക്കീസ് എന്ന് പറഞ്ഞാരാ? അക്കത്തീഷ് വരാറല്ലേ? വരാറല്ലേ? അല്ലേ? അല്ലേ? എപ്പോഴും കാണുമ്പോ ഓടി നടന്ന് സംസാരിക്കല്ലേ? ഓടി നടക്കല്ലേ? ഓടി നടന്ന് ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ലാതെ സംസാരിക്കല്ല ആൾക്കാർ. ശരിയല്ലേ? ഒരു നിമിഷം പോലെ എന്താണ് റെസ്റ്റ് എടുക്കാതെ എപ്പോഴും ഓടി നടന്ന് സംസാരിക്കാറില്ലേ? അതല്ലേ അക്കത്തീഷ്യ വരുന്നത്? വരുന്നതല്ലേ മോട്ടോർ റെസസ് അല്ലേ? മോട്ടോർ റെസസ് എക്സാം ചോദ്യം കേട്ടോ. ക്ലിയർ? ക്ലിയർ? ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കാറുണ്ടായിരിക്കില്ലേ? സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ആൾക്കാർ മനസ്സിലാവും കേട്ടോ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന ആൾക്കാരുടെ ചോദ്യം മനസ്സിലാവും. ആരെയും വായിക്കുന്നുണ്ടോ? ഞാൻ അയച്ച ക്വസ്റ്റ്യൻ വായിച്ചാണെങ്കിൽ 56, 57 വായിച്ചു ആരെങ്കിലും? അതിനകത്തുണ്ട് ഇതൊക്കെ. അതിനകത്ത് നിങ്ങൾ ചോദ്യവും ഉത്തരവും ഉണ്ട്. വായിച്ചോ ആരെങ്കിലും? വായിച്ചോ? സോ എന്താണ് അക്കത്തീഷ്യ? എന്താ? എവിടെയെങ്കിലും വാക്കീസ് ആൻഡ് ദ ടോക്കീസ് എന്നുണ്ടെങ്കിൽ, വാക്കീസ് ആൻഡ് ദ ടോക്കീസ് എന്നുണ്ടെങ്കിൽ അത് എവിടെ വരും? മാനിയാണോ? സ്കിസോഫ്രീനിയാണോ? എവിടെ വരുന്നു? എവിടെ വരും? എവിടെ വരും? എവിടെ വരും? എവിടെ വരും? മേനയല്ലേ? 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 വാക്കീസ് ആൻഡ് ടോക്കീസ് പറയുന്നത് എവിടെയാ? മേനയ്ക്കകത്തല്ലേ കുഞ്ഞുങ്ങളെ? മേനയ്ക്കകത്തല്ലേ? മേനയ്ക്കകത്തല്ലേ? സ്കിസോഫ്രീനിയ അല്ലല്ലോ. സ്കിസോഫ്രീൻ എന്തായിരുന്നു? ഡിപ്രഷൻ അല്ലേ? ഒരു മൂലയ്ക്ക് എപ്പോഴും ഒടുങ്ങിയിരിക്കല്ലേ? ഒരിടത്ത് മാത്രം ഇരുന്ന് ആലോചിച്ചാലും സങ്കടപ്പെട്ടിരിക്കും. എനിക്ക് DHS കിട്ടുമോ, DME കിട്ടോ. പക്ഷെ മേനെ എന്ത് ഓടി നടന്ന് പഠിക്കാറില്ലേ? ഓടി നടന്ന് പഠിക്കാറുണ്ട്. ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, പഠിക്കുന്നു. അതുകൊണ്ടകത്ത് എപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യും, പഠിക്കുക. അറിയുണ്ടോ? അറിയുണ്ടോ? ഉണ്ടോ? വാക്കീസ് ആൻഡ് ടോക്കീസ് അറിയുണ്ടോ? വാക്കീസ് ആൻഡ് ടോക്കീസ് അറിയുണ്ടോ? അതിനകത്ത് വാക്കീസ് ആൻഡ് ടോക്കീസ് അറിയുണ്ടോ? ഉണ്ടോ? സംസാരിക്കും, ഓടും, വരും, പഠിക്കും, ജോലിയും. അതുകൊണ്ടോ? ഇപ്പോ അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ അത് മാത്രമാണ്. സോ ക്ലിയർ? ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? സോ ദ നെക്സ്റ്റ് ടൈപ്പ് എന്താ? ഇത് ടാർഡിവ് ഓർ ദ ഡിസ്കൈനസ് എന്താ? ഡിസ്കൈനസ് എന്താ? ടാർഡിവ് ദ ഡിസ്കൈനസ് എന്തായിരിക്കും? എന്തായിരിക്കും? ഏതൊക്കെ ഒരു മൂവ്മെന്റ് ആണോ? ആണോ? ദ ടാർഡിവ് ഓർ ദ ഡിസ്കൈനസ് എന്തായിരിക്കും? എന്തായിരിക്കും? പറഞ്ഞേ. ഇതൊരു ഡിസ്കൈനസിങ് എന്താണ്? ഇൻവോൾവ് മൂവ്മെന്റ് ആണോ? ഇൻവോൾട്ടറി മൂവ്മെന്റ് ആണോ? ഇൻവോൾട്ടറി മൂവ്മെന്റ് ആണോ? പേഷ്യന്റിനോട് എഴുതാനോ വായിക്കാനോ പറഞ്ഞാൽ നോർമലി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് പറ്റോ? പേഷ്യന്റ് അടുത്ത് നമ്മൾ എഴുതാനോ വായിക്കാനോ പറഞ്ഞാൽ നോർമലി ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റൂടെ? പറ്റോ? യെസ് ആണോ നോ ആണോ? ചെയ്യാൻ പറ്റുമോ? നോർമൽ പേഷ്യന്റ് അടുത്ത് എഴുതാനോ വായിക്കാനോ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? അത് ബാധിക്കോ? അത് ബാധിക്കും. പറഞ്ഞേ. നോർമലി പേഷ്യന്റ് അടുത്ത് എഴുതാനോ വായിക്കാനോ നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റി പേഷ്യന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ബാധിക്കില്ലേ? ബാധിക്കില്ലല്ലോ. നോർമൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. ഇല്ലല്ലോ. എസ് ഓർനോ പറഞ്ഞേ, എസ് ഓർനോ പറഞ്ഞേ. ഇല്ല. നോ. പക്ഷെ എന്തായിരിക്കും? ഇത് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇൻവോളണ്ടറി ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ആണോ ഈ പറഞ്ഞ ഡിസ്കൈനേഴ്സ് പറയുമ്പോൾ? ഇൻവോളണ്ടറി ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണോ? ഇത് നെക്ക് സ്റ്റിഫ് ചെയ്തുകൊണ്ട് സോളോയും ചെയ്യാൻ പറ്റുന്നില്ല ഇത് പറയാറില്ലേ? ഇത് നെക്ക് സ്റ്റിഫ് ചെയ്തുകൊണ്ട് സോളോയും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിയാമല്ലോ, പറയാറില്ലേ? ശരിയല്ലേ? സോ ഇൻവോളണ്ടറി റിപ്പീറ്റേറ്റീവ് എന്താ? ടാർഡീവ് ക്യാൻസർ അല്ലേ? അല്ലേ? ശരിയല്ലേ? ഇൻവോളണ്ടറി ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ബോഡിയിൽ എന്താണ്? നെക്ക് സ്റ്റിഫ് കൊണ്ട് ബോഡി എപ്പോഴും നെക്ക് സ്റ്റിഫ് ആയിക്കൊണ്ട് ഇൻവോളണ്ടറി ആയിട്ടുള്ള റിപ്പീറ്റീവ് എന്താ? ടാർഡീവ് ഡിസ്കേഴ്സ് വരും. ക്ലിയർ. ഇനി ഇ പി എസിനകത്ത് വേറെ സിംറ്റം ഉണ്ടോ? ഇ പി എസിനകത്ത് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? ഇ പി എസിനകത്ത് വേറെ എന്തെങ്കിലും സിംറ്റം ഉണ്ടോ? ഇ പി എസ് ഉണ്ടോ? അക്യൂട്ട് ആയിട്ടുള്ള ഡിസ്റ്റോണിയ ഉണ്ടോ? അക്യൂട്ട് ഡിസ്റ്റോണിയ ഉണ്ടോ? അക്യൂട്ട് ആയിട്ടുള്ള ഡിസ്റ്റോണിയ ഉണ്ടോ? എന്താ അർത്ഥം? എന്താ ഡിസ്റ്റോൺ എന്തായിരിക്കും? ദ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് ആണോ? ഇൻവോളണ്ടറി the movements leading to the twisting ആണോ? ഇൻവോളണ്ടറി the movements leading to the twisting ആണോ? അല്ലെങ്കിൽ പറയാം അബ്നോർമൽ ദ പോസ്റ്റർ മീനേജ് ആണോ? അല്ലെങ്കിൽ പറയാം അബ്നോർമൽ ദ പോസ്റ്റർ മീനേജ് ആണോ? ഒരു പേഷ്യന്റ് അബ്നോർമൽ ആയിട്ട് ദ പോസ്റ്റർ മീനേജ് ആണോ? ആണോടെ പറഞ്ഞേടെ. ഇൻവോളണ്ടറി മൂവ്മെന്റ് പറയുമ്പോ പേഷ്യന്റ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് അബ്നോർമൽ ദ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തെന്താ ഇത് വിളിക്കാം ഡിസ്റ്റോണിയ അല്ലേ? ആണ്. അക്യൂട്ട് എന്തറിയാത്ത അതിനകത്തെ അക്യൂട്ട് എന്താ? അക്യൂട്ട് ഡിസ്റ്റോൺ എന്താ? ഇവിടെ പേഷ്യന്റിന് സംഭവിക്കുന്നത് നോക്കിയേ. അതിനകത്ത് അക്യൂട്ട് എന്താ? പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ട് പോട്ടോ. കാരണം നമുക്ക് ഒരു മാർക്കില്ലേ, അത് വെറുതെ കളയാൻ പാടില്ല. ഞാൻ ഈ രാത്രി ഇന്ന് വെറുതെ പറയും, ശരിയല്ലേ? 6, 7, 8, 9, 10, 11 ആയില്ലേ? എത്ര മണിയാടെ? 1 12 ആയില്ലേ? രാത്രി 6 ആയില്ലേ? 6 to 6 ആയില്ലേ? 6 to 6 മണിക്കൂറായില്ലേ? 6 to 6 ആയില്ലേ? ഞാൻ ഒരു കാര്യം വെറുതെ പറയില്ല, പഠിക്കുമല്ലാരും. ഞാൻ ഒരു കാര്യം വെറുതെ പറയില്ല. 6, 7, 8, 9, 10, 11, 12 ഞാൻ വെറുതെ പറയും. എക്സാം ചോദ്യം വരും, ആ നോട്ടും ക്ലാസ്സും അതുപോലെ പഠിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇവിടെ അക്യൂട്ട് എന്ന ഡിസ്റ്റോൺ എന്തായാലും ക്വസ്റ്റ്യന് മസിൽ സ്പാസം അല്ലെ? കുറെ മൂവ്മെന്റ് ചെയ്യുമ്പോഴേ കുറെ മൂവ്മെന്റ് ആവും പേഷ്യന്റ് ചെയ്യും, മസിൽ സ്പാസം ആവില്ലേ? അല്ലേ? ആവില്ലേ? ഈ പറഞ്ഞ അക്യൂട്ട് ഡിസ്റ്റോൺ എന്ന് പറയുന്നത് കുറെ മൂവ്മെന്റ് ആവും പേഷ്യന്റ് ചെയ്യും, മസിൽ സ്പാസം ഉണ്ടാവും. ഹോൾ ബോഡി ഫുള്ളും മസിൽ സ്പാസം വരും. ആ ഒരു വാക്ക് പറയുന്നത് വിളിക്കാം. ഹോൾ ബോഡി ഫുള്ളും മസിൽ സ്പാസം വന്നാൽ ഒരു വാക്ക് എന്താ? ഓഫിസ്റ്റോണസ് ആണോ? ഹോൾ ബോഡി ഫുള്ളും മസിൽ സ്പാസം വന്ന് വിളിക്കാം OPHISTO. ആണോടെ? ഹോൾ ബോഡി എല്ലാം കൂടെ മസിൽ സ്പാസം വന്നാൽ എന്ന് വിളിക്കാം. ഹോൾ ബോഡി ഫുള്ളും മസിൽ സ്പാസം വന്ന് പറഞ്ഞേ ഹോൾ ബോഡി ഫുള്ളും, ബോഡി മുഴുവനായിട്ട് മസിൽ സ്പാസം വന്നാൽ എന്ത് വിളിക്കാം? ഓഫിസ്റ്റോണസ് അല്ലേ? ശരിയും പറഞ്ഞാൽ എന്താണ്? മസിൽസ് സ്പാസം വന്നുകൊണ്ട് ബോഡി ഒരു ആർച്ച് പൊസിഷൻ ആവല്ലേ?
ശരിക്കും പറഞ്ഞാൽ മസിൽ സ്പാസം വന്ന് കുറഞ്ഞ് ബോഡി എന്ത് ചെയ്യും, ഒരു 6 പൊസിഷൻ ആവും. അവർ ചോദ്യമുണ്ട്, ഞാൻ പഠിപ്പിച്ചെടുത്ത് കൈഫോസിസും സ്കോളിയോസും ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് പഠിപ്പിച്ചപ്പോൾ കൈഫോസിസും സ്കോളിയോസിസും ഓർമ്മയുണ്ടല്ലോ അവർക്ക്? ആരല്ല അതിൽ ലാറ്ററൽ കർവച്ചാറ്, ലാറ്ററൽ കർവച്ചാറ്, ലാറ്ററൽ കർവച്ചാറ്, ലാറ്ററൽ കർവച്ചാറ്, ലാറ്ററൽ കർവച്ചാറ് അല്ലേ? അത് മറക്കരുത്, പഠിക്കും കേട്ടോ. മറക്കട്ടോ, പഠിക്കുമ്പോൾ പഠിക്കുന്നത് ഇവിടെ എന്തായിരിക്കും? ഒബിസ്റ്റോൺസ് പറഞ്ഞാലേ ഇവിടെ ഒബിസ്റ്റോൺസ് എന്താണ്? ഇറ്റ് ഈസ് എന്താ? ആർച്ചിങ് ബോഡിയിലെ മസിൽസ് വ്യാസം കൊണ്ട് തന്നെ ബോഡി ആർച്ച് പോലുള്ള പൊസിഷനിൽ മാറുന്നു. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ അവിടെ? ഇനി ഇത് ഓക്കുലോജെറിക് എന്താ? ഓക്കുലോജെറിക് ക്രൈസ് എന്താ? ഓക്കുലോജെറിക് ക്രൈസ് എന്താ? അത് ഓർമ്മിക്കണം. ഓക്കുലോജെറിക് ക്രൈസ് എന്താ? എന്തായിരിക്കും? അൺകൺട്രോൾഡ് ആയിട്ട് ഈ ഐസ് ഇത് റോളിംഗ് ബാക്ക് ചെയ്യുന്നതാണോ? അൺകൺട്രോൾഡ് ഐസ് എല്ലാം കണ്ണുകളെല്ലാം ബാക്കിലോട്ട് പോകുന്നതാണോ? ആണോ? 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 കണ്ണുകൾ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നതാണോ? കണ്ണുകൾ എപ്പോഴും പുറകിലോട്ട് പോകുന്നതാണോ? ഓക്കുലോജെറിക് ക്രൈസിസ് ആണോ? കണ്ണുകൾ എപ്പോഴില്ലേ, കണ്ണുകൾ എപ്പോഴും ബാക്ക് സൈഡിൽ പോകുന്നതല്ലേ ഓക്കുലോജെറിക് ക്രൈസ് പറയുന്നത്? ശരിയല്ലേ? അതും EPS കേട്ടോ, അതും എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഭാഗമാണ്. അത് കണ്ണെപ്പോഴില്ലേ ബാക്ക് സൈഡിലോട്ട് പോകണം കേട്ടോ. ക്ലിയർ? ക്ലിയർ? ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിന്റെ സൈഡ് കിട്ടിയോ? സൈഡ് കിട്ടിയോ? കിട്ടിയോ? ഇനിയും ഉണ്ട്, ഇനിയും ഉണ്ട്. EPSന്റെ വേണോ? 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 ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യണം. സ്മോൾ റെക്കോട്ടെ. സോ ഗുഡ് മോർണിംഗ്. സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ ഗുഡ് മോർണിംഗ്. 6 to 6 ആയി. 6 to 6ആയി. സോ ഗുഡ് മോർണിംഗ്. സോ ഗുഡ് മോർണിംഗ്. 6 to 6ആയി. 6 to 6ആയി. സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ പോയി നിങ്ങൾ വെള്ളം കുടിച്ചിടുക. ഞാൻ പോയി 6 to 6ആയില്ലേ? ഗുഡ് മോർണിംഗ്. നിങ്ങൾ പോയി വെള്ളം കുടിക്കുക. ഞാൻ പോയി പല്ല് വെച്ചിട്ട് വരാം. ഞാൻ പോയി പല്ല് വെച്ചിട്ട് വരാം. ചുമ്മാ ചുമ്മാ നിങ്ങൾ പോയി വെള്ളം കുടിക്കുക. ഞാൻ പോയി പല്ല് വെച്ചിട്ട് വരാം. ചുമ്മാ വെള്ളം കുടിച്ചിട്ട് നീ പല്ല് തേക്കാണ്. കഴിച്ചിട്ടേ ഇല്ല, പിന്നെ പല്ല് തേക്കല്ലേ? സോ ബ്രേക്ക്, 5 ബ്രേക്ക് ഒരു കേട്ടോ. പല്ല് തേക്കാണ് ദിവസങ്ങളായി. ബൈ, ഗുഡ് നൈറ്റ്. ബ്രേക്ക്.
സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. സാർ ഹായ്, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം കോച്ചിങ് കൊണ്ടായിരിക്കും സാർ. നോട്ടിഫിക്കേഷൻ പറഞ്ഞു വേണോ സാർ? അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം കോച്ചിങ് ഉണ്ടോ സാർ? നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വാർത്ത കണ്ടു. വേണോ സാർ? അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് കണ്ടു, ക്ലാസ് ഉണ്ടായി. വേണോടെ? പക്ഷെ ആ ചോദിച്ച കുട്ടി അറിയുമോ, DME പകുതി വെച്ച് നിർത്തിക്കോളാണ്. കൊടുക്കണോ? വേണ്ടല്ലോ. DME ലാസ്റ്റ് നിമിഷം ഞാൻ പറഞ്ഞാണ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാകും, പഠിക്ക് പറഞ്ഞതാണ്. അത് നിർത്തിപ്പോയ അടുത്ത് വീണ്ടും അസിസ്റ്റന്റ് കൊടുക്കാൻ താല്പര്യമില്ല. നോ അല്ലേ? നോ അല്ലേ? നോ 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 ഇല്ല ഇല്ല ഇല്ല. വേണോട്ടെ? കൊടുക്കണോ? വേണോ? ഇഷ്ടമാണോ? നിങ്ങൾ കൊടുക്കോ? ഈ നിങ്ങൾ കൊടുക്കോ? നിങ്ങളാണെങ്കിൽ പഠിപ്പിക്കും. ഇല്ലല്ലോ, ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കും. അവസാന നിമിഷം വച്ച് ഇത് വേണ്ട അത് മതി എന്ന് കൊടുക്കോ? നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ട് അത് കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട അത് മതി കൊടുക്കോ? നിങ്ങൾ കൊടുക്കോ? ഇല്ലല്ലോ. സോ നോ. ആൻസർ ഈസ് നോ. നോ ക്ലാസ്. ഞാൻ പഠി എന്ന് പറഞ്ഞിട്ടും പഠിക്കാതെ ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ മതി എന്ന് നിങ്ങൾ നോ. ആൻസർ ഈസ് നോ. ക്ലാസ് ഇല്ല. പക്ഷെ നിങ്ങൾക്കുണ്ടായിക്കോട്ടെ, നിങ്ങൾക്കില്ലേ? നിങ്ങൾ ആരെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടെ, ഇത് കഴിഞ്ഞ ശേഷം അസിസ്റ്റന്റ് പ്രൊഫസറിന് ബാക്കിയെല്ലാം ഗ്രൂപ്പിൽ തന്നെ പഠിക്കും കേട്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയല്ലോ? ഹോമിയോ ഉണ്ട്. ഹോമിയോ എല്ലാം തരാം. പഠിച്ചാൽ കേട്ടോ. പക്ഷെ അത് DME റാങ്ക് വേണം. എനിക്ക് DME റാങ്ക് വേണം. ബാക്കി എന്തിനു വേണമെങ്കിലും ജസ്റ്റ് പാസ്സായിരിക്കും. പക്ഷെ DMEക്ക് റാങ്ക് വേണം. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നെങ്കിൽ റാങ്ക് വേണം കേട്ടോ. ഇത്രയും കഷ്ടപ്പെടുന്നെങ്കിൽ DME റാങ്ക് വേണം. എല്ലാവരും, ഈ ഇപ്പോൾ ഉള്ള എല്ലാവരും കേട്ടോ, ഈ ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും DME റാങ്കോടെ പാസ്സാവണം. റാങ്കിൽ വെറുതെ പാസ്സാവരുത്, വെറുതെ ജസ്റ്റ് പാസ്സാവരുത്, റാങ്കിൽ പാസ്സാക്കുക. ഓക്കെ. യെസ്. കിട്ടും. പഠിച്ചാ കിട്ടും. തരുന്ന നോട്ട് ക്ലാസ് അതുപോലെ എല്ലാ നോട്ടും വായിക്കട്ടോ. ഇപ്പൊ ടുമാറോ ഒരു ദിവസം എഴുന്നിട്ട് ഇതുപോലെ പഠിപ്പിച്ച എല്ലാ നോട്ടും ഇല്ലേ വായിക്കുമോ? എല്ലാരും വായിക്കുമല്ലോ. സെൽസ് തൊട്ട് ഫസ്റ്റ് നോട്ട് തൊട്ട് റെക്കോർഡിംഗ് ഒന്നും കാണാതെ എല്ലാ നോട്ട് സെല്ലില് ടിഷ്യൂ, എപ്പിത്തീലിയം, ഈ പറഞ്ഞ എന്താണ് ബാക്കി ടിഷ്യൂസ്, ബാക്കി സിസ്റ്റം ഫൗണ്ടേഷൻ ഫുള്ളും, ശേഷം എന്താണ് നെർവസ് സിസ്റ്റം, ബാക്കി സിസ്റ്റം, അത് കാർഡിയോ വാസ്കുലർ വരെ കംപ്ലീറ്റ്. കാർഡിയോ വാസ്കുലർ സൺഡേ ആണ് കേട്ടോ. കാർഡിയോ വാസ്കുലർ ഒഴിച്ച് ബാക്കി പഠിക്കുമല്ലോ. ഇത് ഡൈജസ്റ്റ് ഉണ്ടല്ലോ. വായിക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാരും ഉണ്ടോ? സങ്കടപ്പെട്ടെന്നറിയുമോ? എനിക്ക് ഇന്നലെ സങ്കടം എന്നറിയാമോ? ഇപ്പൊ എക്സാമിന് വേണ്ടി കുട്ടി വന്നു കേട്ടോ. നാട്ടിൽ എക്സാമിന് വേണ്ടി കുട്ടി നാട്ടിൽ വന്നു കേട്ടോ. ആ കുട്ടിയുടെ ക്ലാസ് വിളിച്ചോട്ടെ. ഹസ്ബൻഡ് ഇല്ലേ? എക്സാമിന് വേണ്ടി അപ്രോടുന്നേ. എനിക്ക് സങ്കടം വന്നു വരെ. എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോട്ടോ. എക്സാമിന് വേണ്ടി ഒരു കുട്ടി നാട്ടിൽ വന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു. പക്ഷെ കുട്ടി ഹസ്ബൻഡ് വിളിച്ചോട്ടെ. ഹസ്ബൻഡ് ഇല്ലേ? ഹസ്ബൻഡ് മരിച്ചു. ഇപ്പോൾ വയസ്സ് 37 വയസ്സാണ്. നിങ്ങൾ സ്റ്റാറ്റസ് ഉണ്ട്. വയസ്സ് 37 വയസ്സാട്ടോ. നിങ്ങൾ സ്റ്റാറ്റസ് ഉണ്ട്. അത് കണ്ടപ്പോ എന്താണ്, എക്സാമിന് വേണ്ടി ആളാണ്. ഇനി എന്ത് ചെയ്യല്ലേ? എക്സാമിന് വേണ്ടി ആ പെൺകുട്ടി ഇപ്പൊ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നപ്പോ എന്താ, ഹസ്ബൻഡ് 37 വയസ്സായിരുന്നു. ഞാൻ കണ്ടപ്പോ എന്താണ്, ഞാൻ ചോദിച്ചു, ആർട്ടിയല്ല, ഹാർട്ട് അറ്റാക്ക് എന്നുണ്ട്. അറ്റാക്ക് എന്ത് വരുന്ന കേട്ടോ. കണ്ടപ്പോ എന്താണ്, സങ്കടമായിപ്പോയി. അറിയാം, ഈ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് പേര് ഞാൻ പറയുന്നില്ല, പേര് ഗ്രീഷ്മ എന്തുവാണെന്ന് തോന്നുന്നു. കണ്ടപ്പോ സങ്കടമായിപ്പോയി. പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കണ്ടപ്പോഴേ സാർ ഇങ്ങനെ പറ്റിപ്പോയി പറഞ്ഞപ്പോഴേ ഒറ്റ വാക്കുള്ളൂ. എന്താ മൈ കണ്ടോൺസിൽ ഒറ്റ വാക്കി പറയുള്ളൂ, വേറെ ഒന്നും പറയില്ലായിരുന്നു. പഠിക്കട്ടോ. സോ നെക്സ്റ്റ് എന്താ EPS ക്ലിയർ ആയല്ലോ. EPS കഴിഞ്ഞ അടുത്ത് എന്തായിരിക്കും?
ഇത് ന്യൂറോ ലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോൺസ്. നെക്സ്റ്റ് എന്താ? EPS എന്തായിരിക്കും? ദ ന്യൂറോ ലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോൺസം അല്ലെങ്കിൽ ദ സ്യൂഡോ പാർക്കിൻസോൺസം. പാർക്കിൻസോൺസം പോലെ തന്നെ ഇരിക്കും. എന്തായിരിക്കും ഇത്? ന്യൂറോ ലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസം അല്ലെങ്കിൽ സ്യൂഡോ പാർക്കിൻസോൺസം. എന്തായിരിക്കും ഇത്? ചോദ്യം വരും. ചോദ്യം എന്തായിരിക്കും ഇത്? ചോദ്യം വരും. സൈഡ് എഫക്റ്റിന്റെ ഏറ്റവും മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സിംറ്റം ഏതാ? ഇതല്ലേ സൈഡ് എഫക്റ്റിന്റെ ഏറ്റവും മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് സിംറ്റം അതല്ലേ? ദ ന്യൂറോ ലെപ്റ്റിക് അല്ലെങ്കിൽ ദ സ്യൂഡോ പാർക്കിൻസോൺസ് അല്ലേ? ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ ഏറ്റവും സൈഡ് എഫക്റ്റ് ഏറ്റവും മോസ്റ്റ് കോമൺ അവസ്ഥ ഏതാ? സൈഡ് എഫക്റ്റിന്റെ ഏറ്റവും മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആരാ? സിംറ്റം ഏതാ? ന്യൂറോ ലെപ്റ്റിക് പാർക്കിൻസോണിസം ആണ്. മറക്കരുത്. EPS എന്നാൽ എപ്പോ അടിക്കും? ഒരു ഫസ്റ്റ് 1 to 5 days ആണോ? EPS എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ദിവസം മുതൽ 5 days ആണോ? അല്ലേ? ആണ്. അല്ലേ? 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 അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ എന്താ പാർക്കിൻസോൺസം വരില്ലേ? ഇവിടെ പാർക്കിൻസോൺസം വരില്ലേ? ഇവിടെ പാർക്കിൻസോൺസം വരില്ലേ? ഇവിടെ പ്രധാനമായിട്ട് പാർക്കിൻസോൺസം വരില്ലേ? പാർക്കിൻസോൺസം എന്ന് പറഞ്ഞ ഇവിടെ ട്രെമർ വരില്ലേ? ട്രെമർ വരും, റിജിഡിറ്റി വരില്ലേ? അല്ലേ? ട്രെമർ വരും, റിജിഡിറ്റി. അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് സലൈവ് ഉണ്ടോ? സലൈവ് പുറത്ത് വരാറുണ്ടോ? സലൈവ് വരാറുണ്ടോ? സലൈവ இந்த വായിൽ കൂടെ എപ്പോഴും പുറത്തു വരാറുണ്ടോ? വരാറുണ്ടോ? ഉണ്ട്. മറക്കരുത്. ഇത് ട്രെമർ വരാം, അതുപോലെ തന്നെ റിജിഡിറ്റി വരാം, അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പിംഗ് സലൈവ് എപ്പോഴും വായിക്കൂടെ എപ്പോഴും ഈ പേഷ്യനെ പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം സയൻസ് ആണ്. നിങ്ങൾ പാർക്കിൻസോൺസ് പഠിച്ചപ്പോൾ ഇതല്ലാതെ വേറെ വാക്കുണ്ട്. പിൽ റോളിംഗ് മൂവ്മെന്റ് ഇടണ്ടെങ്കിൽ നമ്മൾ നെർവസ് പഠിച്ചപ്പോൾ പാർക്കിൻസോൺസ് പിൽ റോളിംഗ് എക്സാം ചോദ്യം കേട്ടോ. അത് എക്സാം ചോദ്യമാണ്. പിൽ റോളിംഗ് ഉണ്ടോ? ഓർമ്മയുണ്ടോ? പിൽ റോളിംഗ് മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഡ്രഗ് കാരണം എന്താ വരാം? ട്രെമർ വരാം, റിജിഡിറ്റി വരാം, സലൈവ് എപ്പോഴും പുറത്തോട്ട് വരാം. ക്ലിയർ. സോ ദ ന്യൂറോ ലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോൺ ഡ്രഗ്സ് കാരണം ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പാർക്കിൻസോൺ എന്ത് വരാം? ട്രെമർ വരാം, റിജിഡിറ്റി വരാം, തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് സലൈവയും വരാം. ക്ലിയർ. ദ പിൽ റോളിംഗിലൂടെ അവിടെ നോർമൽ പാർക്കിൻസോൺസം ആണെങ്കിൽ പിൽ റോളിംഗ് മൂവ്മെന്റ് വരാം. ഇവിടെയാണെങ്കിൽ എന്ത് വരാം? ട്രെമർ വരാം, റിജിഡിറ്റി വരാം, അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് സലൈവയും ഉണ്ടാകാം. ക്ലിയർ. സോ നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് എന്താ? വേറെ എന്തെയുണ്ടോ? EPSനകത്ത് പറഞ്ഞുണ്ടോ? എവിടെയെങ്കിലും അക്കനേഷ്യ ഉണ്ടോ? അക്കനേഷ്യ എവിടെയെങ്കിലും EPSനകത്ത് പറഞ്ഞെങ്കിലും അക്കനേഷ്യ ഉണ്ടോ? ഒരു മൂവ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ലേ? ഒരു മൂവ്മെന്റ് എപ്പോഴും ഒരു മൂവ്മെന്റ് ഇല്ലേ? ആദ്യമായിട്ട് എപ്പോഴും ഒരു മൂവ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അവസ്ഥയല്ലേ? ശരിയല്ലേ? പേഷ്യന്റിന് ഒരു മൂവ്മെന്റ് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ അക്കനേഷ്യ അല്ലേ? ശരിയല്ലേ? പിന്നെ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്. EPS നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആന്റി പാർക്കിൻസോൺ ഡ്രഗ്സ് ഇല്ലേ? പേരെന്താ? അവിടെ പഠിച്ച കാര്യമാണ്. ഞാൻ എഴുതിയ നോടുണ്ട്. ആന്റി പാർക്കിൻസോൺസ് ഡ്രഗ്സ് ഏതാ ഡ്രഗ്? ലിവോഡോപ്പയാണോ? കാർബിഡോപ്പയാണോ? അതുണ്ടോ? അതാണോ ആന്റി പാർക്കിൻസോൺസ് ഡ്രഗ്സ്? ഡോപ്പയാണോ? ലിവോഡോപ്പ, കാർബിഡോപ്പയാണോ? ഉണ്ടോ? ആലോചിച്ചുണ്ടല്ലോ. ആന്റി പാർക്കിൻസോൺ ഡ്രഗ്സ് ആയ ലിവോഡോപ്പ്, കാർബിഡോപ്പ് എപ്പോഴും
ഇവിടെ EPSനെ അക്കനീഷ്യക്ക് യൂസ് ചെയ്യും കേട്ടോ. മറക്കരുത്, ആന്റി പാർക്ക് ഡ്രഗ്സ് ആയ ലിവോഡോപ്പയും ഇപ്പൊ കാർബഡോപ്പയും നമ്മളെപ്പോഴും EPSനകത്ത് അക്കനീഷ്യ വന്നാൽ യൂസ് ചെയ്യും. ക്ലിയർ 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 ക്ലിയർ. So the first chapter of the drugs clear ആയല്ലോ. The schizophrenia first chapter of antipsychotics clear ആയല്ലോ. ക്ലിയർ ആയല്ലോ. ഇത് അതുപോലെ പഠിക്കുക, മാർക്ക് ഉറപ്പായും കിട്ടും കേട്ടോ. ഇത് അതുപോലെ പഠിക്കുക, മാർക്ക് ഉറപ്പായും കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ് ആണ് ടുമോറോ ആഫ്റ്റർനൂൺ ന്യൂട്രീഷൻ ക്ലാസ് കേട്ടോ. ടുമോറോ ഇല്ലേ ആഫ്റ്റർനൂൺ ദ ന്യൂട്രീഷൻ ക്ലാസ് ആയിരിക്കും. ഒരു ഏകദേശം 3 മണി കേട്ടോ. ഒരു 3 മണിയില്ലേ, ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് ദ ന്യൂട്രീഷൻ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയില്ലല്ലോ, ഇനി കാർഡിയോ വാസ്കുലർ ന്യൂട്രീഷൻ ബാക്കിയല്ലോ. ശരിയല്ലേ? പറഞ്ഞു ഓപ്പണ പറഞ്ഞു ഈ കാർഡിയോ വാസ്കുലർ ന്യൂട്രീഷൻ ബാക്കിയല്ലേ? എസ് ഓർണോ? ഈ കാർഡിയോ വാസ്കുലർ ന്യൂട്രീഷൻ മാത്രം ബാക്കിയല്ലേ? കാർഡിയോ വാസ്കുലർ ന്യൂട്രീഷൻ മാത്രമല്ല ബാക്കി. റെസ്പിറേറ്ററി ഇല്ലേ? ആ, റെസ്പിറേറ്ററി വേണ്ട ആൾക്കാർ ചെയ്യട്ടോ. കമ്മ്യൂണിറ്റി സൺഡേ വീണ്ടും ഒന്നേന്ന്. സൺഡേ രാവിലെ 9 മണിക്ക്. സൺഡേ നാളെ കമ്മ്യൂണിറ്റി സൺഡേ രാവിലെ 9 മണിക്ക്. സൺഡേ രാവിലെ 9 മണിക്ക്. ആൾ ഓവർ റിവിഷൻ സൺഡേ രാവിലെ 9 മണിക്ക്. രാവിലെ 9 തൊട്ട് രാത്രി 9 വരെ. സോ യുവർ ഇന്റർനെറ്റ് സേവ് ചെയ്യട്ടോ. ഓക്കെ. റിമൈനിങ് ക്വസ്റ്റ്യൻ ടുമോറോ കേട്ടോ. കമ്മ്യൂണിറ്റി തൊട്ട് ബാക്കി എല്ലാ ക്ലാസ്സും സൺഡേ രാവിലെ 9 തൊട്ട് റിവിഷൻ. ഓക്കെ, റിവിഷൻ നടക്കാം കേട്ടോ. റിവിഷൻ